السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله وسلم على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൻ നഹ്ലിലെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സൂറത്തുൻ നഹ്ല് അതിൻ്റെ ആകത്തുക നാം ഒന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. രണ്ടാമത്തെ ക്ലാസ്സിൽ അതിനെ നാം ക്ലാസിഫൈ ചെയ്തു. വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ 10 വിഷയങ്ങളാണ് ഈ സൂറയിൽ അള്ളാഹു കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു. അതിൽ ഇതിനെ ഞാൻ പാർട്ടാക്കി തിരിച്ചിട്ടുള്ളത് ഒരു മുഖവുരയും പിന്നീട് ആ മുഖവുര അല്ലെങ്കിൽ ആ കാര്യം അള്ളാഹു വിവരിക്കുന്ന തെളിവുകളുമായാണ്. അതിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു. 1-2 ആയത്തുകളാണ് ആദ്യമായി അതിൻ്റെ മുഖവുര പറഞ്ഞത്. തുടർന്നുള്ള 16 ആയത്തുകൾ, 16 വചനങ്ങൾ അതിൻ്റെ തെളിവുകളായിരുന്നു. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പറയാനുള്ളത്. രണ്ടാമത്തെ ഭാഗം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. അതാണ് 19ാമത്തെ വചനം. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ്. അംവാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അവർ അഥവാ പ്രാർത്ഥിക്കപ്പെടുന്നവർ മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. ഏത് സമയത്താണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുപോലും അവർ അറിയുന്നില്ല. ഇതാണ് ആമുഖം. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ സത്യത്തിൽ ജാഹിലാണ്. ജാഹിലായതുകൊണ്ടാണ് അള്ളാഹു അവനോടിത് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവാണ് നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നത് എന്ന്. അതോടൊപ്പം മനുഷ്യൻ അവനോട് തന്നെ അക്രമം ചെയ്യുകയാണ്. അവൻ യഥാർത്ഥത്തിൽ ഈ അള്ളാഹു രഹസ്യവും പരസ്യവും അറിയും എന്നതിനെ അവൻ നിഷേധിക്കുകയാണ്. പരസ്യമായി അള്ളാഹു അല്ലാത്ത മരണപ്പെട്ടവരോട് ദുആ ചെയ്യുന്ന ആളുകളെ നാം കാണാറുണ്ട്. എത്ര കൃത്യമായാണ് അള്ളാഹു ഈ അധ്യായത്തിൻ്റെ 20ാമത്തെ വചനത്തിൽ ഇത് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് ഈ ഒരു അടിസ്ഥാന തത്വം പറഞ്ഞിട്ട് തുടർന്നുള്ള 13 വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലക്കാണ്. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുകയാണ് 22ാമത്തെ വചനം. ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫല്ലദീന ലാ യുമിനൂന ബിൽ ആഖിറ ഖുലൂബുഹും മുൻകിറത്തും വഹും മുസ്തക്ബിറൂൻ. നിങ്ങളുടെ ഇലാഹ്, ആരാധ്യൻ, ഏകനായ ആരാധ്യനാണ്. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവരുടെ ഹൃദയങ്ങൾ നിഷേധ സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ട് അവർ അഹങ്കാരികളായി മാറി. ഇതിനെ നിഷേധിക്കുകയാണ്. ഇതിനെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന്. തുടർന്ന് അള്ളാഹു മനുഷ്യന് നൽകിയ, ദുനിയാവിലും ആഖിറത്തും നൽകിയ വലിയ ഒരു നിഅമത്തായി അള്ളാഹു ദീനിനെ നമുക്കിവിടെ പരിചയപ്പെടുത്തി തരികയാണ്. അതോടൊപ്പം നിഷേധിക്കുകയും എതിർക്കുകയും കളവാക്കുകയും ഒക്കെ ചെയ്യുന്നവരെ അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി ദുനിയാവിൽ വെച്ച് തന്നെ നശിപ്പിച്ചത് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. മാത്രമല്ല അത് കാരണമായി പരലോകത്ത് അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മുത്തഖീങ്ങൾ, അവർക്ക് ഈ ലോകത്തും നന്മയുണ്ട്, പരലോകത്താകട്ടെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യും എന്നാണ് ഈ 13 വചനങ്ങളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അഥവാ 22ാമത്തെ വചനം മുതൽ 34ാമത്തെ വചനം വരെ ഇതിൻ്റെ വിശദീകരണമാണ്. അത് വളരെ കൃത്യമായി, കണിശമായി അള്ളാഹു ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ 2 ദൃശ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് 28ാമത്തെ വചനത്തിൽ അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം. തെറ്റ് ചെയ്ത്, ഗർവ് കാണിച്ച്, കിബർ കാണിച്ച്
അള്ളാഹുവിനെ കളവാക്കി അങ്ങനെ അക്രമം ചെയ്തുകൊണ്ടിരിക്കെ മലക്കുകൾ ഏതൊരു വിഭാഗത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവർക്കുള്ള അവസ്ഥ പറയുന്നുണ്ട്. ഫഅൽഖൗ സലമ മാ കുന്നാ നഅമലു മിൻ സൂ ബല. അള്ളാഹു പറയുകയാണ്, ഞങ്ങൾ യാതൊരു തിന്മയും ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അവർ കീഴ്വണക്കത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കും. അതാണ് അവർ ചെയ്തിരുന്നത്. ഫഅൽഖൗ സലം, അവർ കീഴൊതുങ്ങാൻ, ആ സമയത്ത് മുസ്ലിമാകാൻ സന്നദ്ധത പ്രകടിപ്പിക്കും. അവർ പറയുകയും ചെയ്യും, മാ കുന്നാ നഅമലു മിൻ സൂ, ഞങ്ങളൊരു തെറ്റും ചെയ്തിരുന്നില്ലല്ലോ എന്ന്. അള്ളാഹു മറുപടി പറയുന്നുണ്ട്, ബല ഇന്നല്ലാഹ അലീമും ബിമാ കുൻതും തഅമലൂൻ. അങ്ങനെയല്ല, നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മരിക്കുന്ന ആളുകൾക്കുള്ള അവസ്ഥ പറയുന്നുണ്ട്. ഫദ്ഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫലബിഅസ മസ്വൽ മുതകബ്ബിരീൻ. അതിനാൽ നരകത്തിൻ്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നുകൊള്ളുക, നിങ്ങളതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. എന്നാൽ നല്ല മരണമുള്ള ആളുകളെക്കുറിച്ച് പറയുന്നു. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ. അതാണ് 32-ാമത്തെ വചനം. നല്ല രീതിയിൽ നല്ലവരായിരിക്കെ മലക്കുകൾ ഏതൊരു വിഭാഗത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ എന്നവരോട് പറയും. അവരോട് മലക്കുകൾ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഈ ഭാഗത്തിൻ്റെ ഏകദേശ വിഷയം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 35-36 വചനങ്ങളാണ് അതിൻ്റെ മുഖവരയായുള്ളത്. 35-36 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നും അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന വസ്തുക്കളെയൊക്കെ ത്യജിക്കണമെന്നും ഉപേക്ഷിക്കണമെന്നുമുള്ള കൽപ്പനയുമായാണ്. അതാണ് 35-36 വചനങ്ങളുടെ സാരാംശം. വഖാലല്ലദീന അഷ്റഖൂ ലൗ ശാ അല്ലാഹു മാ അബദ്നാ മിൻ ദൂനിഹി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പങ്കാളികളെ ചേർത്തവർ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ അവന് പുറമെ യാതൊന്നിനെയും ആരാധിക്കുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ വാദം. അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ വാദം പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് തഊത്. ഓരോ സമൂഹത്തിലേക്കും നാം ദൂതന്മാരെ അയച്ചിരുന്നു. അവരെല്ലാവരും പറഞ്ഞതവരോട് അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് തഊത് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ വെടിയുകയും ചെയ്യണം എന്നായിരുന്നു. ഈ കാര്യമാണ് മുഖപുരയായി അള്ളാഹു പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ തുടർന്നുള്ള 14 വചനങ്ങൾ അതിമനോഹരമാണ്. ആ 14 വചനങ്ങളിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ പരിണിതി എന്തായിരുന്നു എന്ന് വിശദീകരിക്കുകയാണ്. പ്രവാചകന്മാരുടെ പ്രബോധിത സമൂഹം, ആ കൂട്ടത്തിൽ വിശ്വസിച്ചവരുണ്ട്, അള്ളാഹുവിലേക്ക് ഹിജ്റ പോയവരുണ്ട്, എല്ലാം ത്യജിച്ച് ഹിജ്റ പോയവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം നൽകിയത് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം കാഫിറുകളെക്കുറിച്ച് പറയുന്നുണ്ട്. കാഫിറുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഓരോരുത്തരും മനസ്സിലാക്കണം ആരാണ് സത്യസന്ധൻ, ആരാണ് ഈ കാര്യത്തിൽ അള്ളാഹുവിനെ കളവാക്കുന്നവൻ എന്ന്. തുടർന്ന് പറയുന്നത്, എല്ലാ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും ആകാശഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമിക്കുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരാണ്. ഒന്നുകൂടി വിശദീകരിച്ചാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാ വഹിച്ച് അതിനെ നടപ്പിൽ വരുത്തുന്നവരാണ്. മനുഷ്യനും യഥാർത്ഥത്തിൽ ഈ കൂട്ടത്തിലാകേണ്ടവനാണ്. മനുഷ്യനും മറ്റു സൃഷ്ടികളെപ്പോലെ തന്നെ അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടവരും അള്ളാഹുവിന് തസ്ബീഹ് നടത്തേണ്ടവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കേണ്ടവരുമാണ്. പക്ഷേ മനുഷ്യരല്ലാത്ത മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന് വഴിപ്പെടുമ്പോൾ മനുഷ്യർക്ക് അള്ളാഹു സ്വയം ചിന്തിക്കുവാനും സ്വയം പ്രവർത്തിക്കാനും ഒക്കെയുള്ള അധികാരം നൽകിയതിൻ്റെ പേരിൽ മനുഷ്യൻ വഴികേടിലേക്ക് പോകുന്നു. സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥം. അതാണ് 37-ാമത്തെ വചനം മുതൽ 14 വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്.
അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇൻ തഹ്രിസ് അലാ ഹുദാഹും ഫഇന്നല്ലാഹ ലാ യഹ്ദി മൻ യുദിൽ വമാ ലഹും മിൻ നാസിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. നബിയെ, അവരെ സന്മാർഗത്തിലാക്കാൻ താങ്കൾ കൊതിക്കുന്നുവെങ്കിൽ അത് വെറുതെയാണ്. കാരണം വഴികേടിലാകാൻ അവരാഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ വഴികേടിലാകാൻ ആഗ്രഹിച്ചവരെ അള്ളാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. മാത്രമല്ല, വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് സഹായികളായി ആരും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. തുടർന്ന് നാം ഈ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയും ചെയ്ത ആളുകളെക്കുറിച്ച് പറയുന്നു. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു സത്യം 40-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹ് പറയാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് സംബന്ധിച്ച് ഉണ്ടാകൂ എന്ന വാക്ക് പറയേണ്ട കാര്യമുള്ളൂ. അത് നാം അതിനോട് പറയും, ഉണ്ടാകൂ കുൻ, അപ്പോൾ അത് ഉണ്ടാകും. അതാണ് അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച്, നിർദ്ദേശമനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുണ്ടായപ്പോൾ അക്രമത്തിന് വിധേയരായ വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞു പോയി. വല്ലദീന ഹാജറൂ ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമു ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയ ഹസന. അവരെക്കുറിച്ച് അള്ളാഹ് പറയുന്നത്, അവർക്ക് അള്ളാഹു ഇഹലോകത്ത് നല്ല സൗകര്യം ചെയ്തു കൊടുക്കും. വല അജ്റുൽ ആഖിറത്തി അക്ബർ, സത്യത്തിൽ ആഖിറത്തിലുള്ള പ്രതിഫലമാണ് ഏറ്റവും മഹത്വമായത്. ലൗ കാനൂ യഅലമൂൻ. എന്നിട്ട് അവരുടെ ഗുണം പറഞ്ഞു, അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ പ്രത്യേകത അതായിരുന്നു, അവർക്ക് സബറും അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. ഇത് ഏകദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല 62-ാമത്തെ വചനം വരെ ഈ കാര്യമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വലിയ ഒരു ഭാഗമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് 50-ാമത്തെ വചനം വരെ ഈ കാര്യമാണ് അള്ളാഹു വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു 50-ാമത്തെ വചനം അതിമഹത്തായ ഒരു വചനമാണ്. ആ 50-ാമത്തെ വചനത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് 48-ലൂടെയാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവലം യറോ, മനുഷ്യരോട് ചോദിക്കുകയാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ മറ്റു സൃഷ്ടികളെയൊക്കെ കാണുന്നില്ലേ? എന്നിട്ട് അവലം യറോ ഇലാ മാ ഖലഖല്ലാഹു മിൻ ഷൈ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു വസ്തുവിനെയും അവർ കാണുന്നില്ലേ? ഒന്ന് ചിന്തിക്കുന്നില്ലേ ആ വസ്തുക്കളെക്കുറിച്ച്? വളരെ വിനയാന്വിതരായി അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് അവൻ്റെ നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, എത്ര മനോഹരമായാണത് പറഞ്ഞത്. നിഴലുകൾ വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ തിരിയുന്നത് യഥാർത്ഥത്തിൽ സുജ്ജദൻ ലില്ലാഹ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാണ് അവർ. എന്നിട്ട് പറയുന്നു, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ എല്ലാ ജീവിയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വല്ലാത്തൊരു വാക്കാണ് കേട്ടത്. എല്ലാ ജീവികളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ എല്ലാ ജീവികളും ജീവിക്കുന്നുള്ളൂ. വൽ മലായികത്തു, മലക്കുകളും സുജൂദ് ചെയ്യുന്നു. വഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുന്നില്ല. ഒരു ജീവിക്കും അഹങ്കാരമില്ല. മലക്കുകൾ അടക്കമുള്ള ഒരു ജീവിക്കും അഹങ്കാരമില്ല. മാത്രമല്ല, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർക്ക് മീതെയുള്ള അവരുടെ റബ്ബിനെ അവർ ഭയപ്പെടുകയും അതുകൊണ്ട് തന്നെ കൽപ്പിക്കപ്പെടുന്നതൊക്കെ അവർ കൽപ്പിക്കപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇവിടെ സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. കാരണം മനുഷ്യനല്ലാത്ത എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇത്തരത്തിൽ സുജൂദ് ചെയ്യുന്നവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്നവരുമാണ് എന്നർത്ഥം. ഇതാണ് ഇതിലെ ഏറ്റവും 3-ാമത്തെ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് 4-ാമത്തെ ഭാഗം 51-52 വചനങ്ങളാണ് അതിൻ്റെ മുഖവുര എന്ന് പറയാവുന്നത്. 51-ാമത്തെ വചനം, ഈ 51-52 വചനത്തിൽ അള്ളാഹു വീണ്ടും തൗഹീദിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഈ
കഴിഞ്ഞ സൂറകളിലൊക്കെ ചരിത്രങ്ങളായിരുന്നു, കഥകളായിരുന്നുവെങ്കിൽ ഇവിടെ കൃത്യമായി യാഥാർത്ഥ്യങ്ങളാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വീണ്ടും തൗഹീദിലേക്ക് തിരിച്ചു പോവുകയാണ്. 51, 52 വചനങ്ങളുടെ മുഖവുര അതാണ്. തൗഹീദിലേക്ക് തിരിച്ചു പോകുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെ ഫോളോ ചെയ്യേണ്ട, അനുസരിക്കേണ്ട, വഴിപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഒരിക്കലും 2 ഇലാഹുകളെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പ്രത്യേകമായി പറയുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, വഖാല അല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈൻ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് ഫഇയ്യായ ഫർഹബൂൻ. അള്ളാഹു അരുളി, 2 ദൈവങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത്, അവൻ ഒരു ദൈവം മാത്രമേയുള്ളൂ, അതിനാൽ ഏകനായ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് ഫഇയ്യായ ഫർഹബൂൻ. അതാണ് അതിലെ 1-ാമത്തെ വാക്ക്, മുഖവരയിലെ 1-ാമത്തെ പ്രസ്താവന. 2-ാമത്തേത് വലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വലഹുദ്ദീനു വാസിബ അഫഗൈറല്ലാഹി തത്തഖൂൻ. അവൻ്റേതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത്, നിരന്തരമായുള്ള കീഴ്വണക്കം അവന് മാത്രമാകുന്നു. എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തുടർന്നുള്ള അതിമനോഹരമായ 10 വചനങ്ങളുണ്ട്. ആ 10 വചനങ്ങളിൽ അള്ളാഹു മനുഷ്യന് നൽകിയ നിഅമത്തുകളെ അടിവരയിട്ട് പറയുന്നുണ്ട്. അള്ളാഹു മാത്രമാണ് നിഅമത്തിൻ്റെ ഒറിജിനൽ സോഴ്സ് എന്ന് അതിശക്തമായ രീതിയിൽ അള്ളാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗഹീദിൽ നിന്ന് ഒളിച്ചോടാൻ മനുഷ്യന് സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ പിൻപറ്റി ജീവിക്കുകയല്ലാതെ മറ്റൊരു മാർഗം മനുഷ്യനില്ല. അതുമാത്രമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കാനുള്ള ഏകമാർഗം, പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുഴപ്പങ്ങളും വരാതിരിക്കാനുള്ള ഏകമാർഗമെന്ന് അള്ളാഹു അടിവരയിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. മനുഷ്യന് പലപ്പോഴും ആപത്ത് വന്നാൽ മനുഷ്യൻ അള്ളാഹുവിലേക്ക് ദുആ ചെയ്തുകൊണ്ട്, വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം ദുആ ചെയ്തുകൊണ്ട് മടങ്ങും. എന്നാൽ നന്മ വന്നാൽ അവൻ അക്രമം പ്രവർത്തിക്കും, ശിർക്ക് ചെയ്യും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്നതാണ് ഈ 10 വചനങ്ങളിൽ പറയുന്നത്. ആ വചനം തുടങ്ങുന്നത് 53-ാമത്തെ വചനത്തിലൂടെയാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് സുമ്മ ഇദാ മസ്സകുമുദ്ദുറു ഫഇലൈഹി തജ്അറൂൻ. നിങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അള്ളാഹു തന്നതാ, വേറെ നിങ്ങൾക്കൊരു കഴിവുമില്ല ഒന്നുണ്ടാക്കാനും. എന്നിട്ടും നിങ്ങൾക്കൊരു കഷ്ടത ബാധിച്ചാൽ അവൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ മുറവിളി കൂട്ടി ചെല്ലുന്നത്. എന്നിട്ട് സുമ്മ ഇദാ കശഫ ദുർറ അൻകും ഇദാ ഫരീഖും മിൻകും റബ്ബിഹിം യുശ്രികൂൻ. മനുഷ്യൻ്റെ സ്വഭാവം പറയാം. അള്ളാഹുവിലേക്ക് പ്രയാസപ്പെട്ട് ചെന്ന ആളുകൾക്ക്, മുറവിളി കൂട്ടി ചെന്ന ആളുകൾ, അവർക്ക് അള്ളാഹു കഷ്ടത നീക്കിക്കൊടുത്താൽ അവരിൽ ഒരു വിഭാഗം അതാ റബ്ബിനോട് ശിർക്ക് ചെയ്യുന്നു, പങ്കു ചേർക്കുന്നു. അള്ളാഹ് പറയുന്നു, ലിയക്ഫുറു ബിമാ അതൈനാഹും ഫതമത്തഉ ഫസൗഫ തഅലമൂൻ. അവർക്ക് നൽകിയിട്ടുള്ളതിൽ അവർ അങ്ങനെയാണ് നന്ദികേട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ അവരോട് പറയാനുള്ളത് സുഖിച്ചോളൂ, എന്നാൽ വഴിയെ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇവരെങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൗഹീദിൽ മായം ചേർത്തു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വയജഅലൂന ലിമാ ലാ യഅലമൂന നസീബൻ മിമ്മാ റസഖ്നാഹും. നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്നൊരോഹരി അവർക്ക് തന്നെ ശരിയായ അറിവില്ലാത്ത ചിലതിന് അവർ നിശ്ചയിച്ചു വെക്കുന്നു. അതൊരു വല്ലാത്ത വിഷയമായിരുന്നു. എങ്ങനെയാണ് അവർ നിശ്ചയിച്ചു വെച്ചത്? അത് തുടർന്ന് അള്ളാഹു പറഞ്ഞു, വയജഅലൂന ലില്ലാഹിൽ ബനാതി സുബ്ഹാന വലഹും മാ യശ്തഹൂൻ. അള്ളാഹുവിന് അവർ പെൺമക്കളുണ്ട് എന്ന് പറയുന്നു. അവർ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന്. നമുക്ക് ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ പെൺമക്കളെ അള്ളാഹു അവർക്ക് കൊടുത്തതാ. എന്നിട്ട് അള്ളാഹു ഇവരെന്ത് ചെയ്തു? അത് അള്ളാഹുവിന് നിശ്ചയിച്ചു കൊടുക്കുക. അള്ളാഹ് പറയുന്നു സുബ്ഹാന വലഹും മാ യശ്തഹൂൻ. അള്ളാഹു എത്രയോ പരിശുദ്ധൻ. അള്ളാഹുവിന് മക്കളില്ലല്ലോ, അള്ളാഹു എത്രയോ പരിശുദ്ധൻ. അവർക്കാകട്ടെ അവർ ഇഷ്ടപ്പെടുന്നതും. വലഹും മാ യശ്തഹൂൻ എന്ന് പറഞ്ഞാൽ ആൺമക്കൾ അവർക്ക്, പെൺമക്കളോ മലക്കുകൾ പെൺമക്കളാണ്, ആ പെൺമക്കള് അള്ളാഹ്ക്ക്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞിരുന്നത് അള്ളാഹു പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. എന്താ വെച്ചാൽ പെൺകുഞ്ഞുണ്ടായാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ മുഖമൊക്കെ കറുത്തിരുണ്ട് കോപ്പാകുലരാകും. എന്നിട്ട് യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. ആ സന്തോഷവാർത്ത, സത്യത്തിൽ അത് സന്തോഷവാർത്തയാണല്ലോ, മക്കളുണ്ടായി എന്നുള്ളത്. പക്ഷേ അതിൻ്റെ സങ്കടം കൊണ്ട് അവർ ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കും. എന്നിട്ട് മറഞ്ഞു നിൽക്കുന്നു മാത്രമല്ല, അവരിങ്ങനെ ആലോചിക്കും, ഈ കുട്ടിനെ ഞാൻ എന്ത് ചെയ്യണം? അയുംസിക്കുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്.
ഇതായിരുന്നു അവരുടെ സ്വഭാവം. മണ്ണിൽ കുഴിച്ചു മൂടണമോ അല്ലെ വെച്ചുകൊണ്ടിരിക്കണോ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും. എത്രയെത്ര പെൺമക്കളെയാണ് ഈ ആളുകൾ കുഴിച്ചു മൂടിയത് എന്നറിയാമോ? കാരണം പെൺമക്കളെ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരോട് ഈ വിശ്വാസത്തെക്കുറിച്ചൊക്കെ അള്ളാഹു പറഞ്ഞ ശേഷം അള്ളാഹു വളരെ ഗൗരവമുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. അത് മനോഹരമാണ്. 61-ാമത്തെ വചനം, വലോ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബ്ബ. എല്ലാത്തിനും വാക്ക. അള്ളാഹു മനുഷ്യർ ചെയ്യുന്ന അക്രമം മൂലം ഭൂമിയിൽ വെച്ച് അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു ജന്തുവിനെയും വിട്ടേക്കുമായിരുന്നില്ല. അത്ര വലിയ തിന്മയാണ് മനുഷ്യൻ ചെയ്യുന്നത്. വലോ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം, ഒറ്റ മനുഷ്യനെയും വിട്ടേക്കുമായിരുന്നില്ല. അത്ര വലിയ ദുൽമാണ് മനുഷ്യൻ ചെയ്യുന്നത്. വലാക്കിൻ, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള മുഴുവൻ വിഭവങ്ങളും നമുക്ക് ചുറ്റും ജീവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിതമായ അവധി വരെ അള്ളാഹു സമയം നീട്ടിക്കൊടുത്തു എന്നേ ഉള്ളൂ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ. ഈ കാര്യമാണ് അള്ളാഹു ഈ 10 വചനങ്ങളിൽ വിശദീകരിച്ചത്. തുടർന്ന് 5-ാമത്തെ പാർട്ടെന്ന് പറയുന്നത് 63-64 വചനങ്ങളാണ് അതിൻ്റെ മുഖവുര. ഈ 63-64 വചനങ്ങളിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കിതാബ്, വേദം അവതരിപ്പിച്ചിട്ടുള്ളത്. ആ വേദത്തിലുള്ളത് ഹുദയാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്, സന്മാർഗമാണ്. പക്ഷേ സമൂഹത്തെ ആ വേദം പിൻപറ്റുന്നതിൽ നിന്ന് തടയുന്നത് ശൈത്താനാണ്, പിശാചാണ് എന്നാണ്. ഇത് സത്യത്തിൽ വല്ലാത്തൊരു പ്രസ്താവനയാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒന്നാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്താണ് ഖുർആൻ എന്ന്. ഖുർആൻ ഹുദയാണ്, ഖുർആൻ റഹ്മത്താണ്, ഖുർആൻ നൂറാണ് എന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഹുദയാണ്, ഗൈഡ് ലൈനാണ് എന്ന് പറയുന്ന ഖുർആൻ നമുക്ക് ഗൈഡാകാത്തത്? എന്തുകൊണ്ടാണ് ഖുർആൻ പ്രകാശമാകുന്നു എന്ന ഖുർആൻ്റെ പ്രകാശം നമുക്ക് കിട്ടാതെ പോകുന്നത്? റഹ്മത്താകുന്നു, കാരുണ്യമാകുന്നു ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ്റെ കാരുണ്യം എന്തുകൊണ്ട് നമുക്ക് കിട്ടാതെ പോകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മൾ പിൻപറ്റുന്നത് പിശാചിനെയാണ്. പിശാച് നമ്മളെ ഖുർആനിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു. നമുക്ക് ഖുർആൻ എടുത്തു വെക്കുമ്പോഴേക്ക് പിശാച് വരുന്നു. ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പിശാച് വഴിയിൽ വരുന്നു. എക്സ്ക്യൂസുകൾ വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, നമുക്ക് കഴിയുന്നില്ല. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇതാണ് അള്ളാഹു 63-64 ആയത്തുകൾ കഴിഞ്ഞാൽ തുടർന്നുള്ള 9 വചനങ്ങളിൽ അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം അതിമനോഹരമായാണ്. 63-64 വചനങ്ങളാണല്ലോ ഇതിൻ്റെ മുഖവുര എന്ന് ഞാൻ പറഞ്ഞത്. ആ മുഖവുരയിൽ അള്ളാഹു പറയുന്നുണ്ട്, തല്ലാഹി ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും ഫഹുവ വലിയ്യുഹുമുൽ യൗം വലഹും അദാബുൻ അലീം. അല്ലാഹുവാണേ തല്ലാഹി. അല്ലാഹി എന്നൊക്കെ പറയുന്നതിനുള്ള വേറൊരു വാക്കാണ് തല്ലാഹി. ലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഫസയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും, എന്നാൽ പിശാച് അവർക്ക് അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾ അലങ്കാരമായി തോന്നിപ്പിച്ചു. ഫഹുവ വലിയ്യുഹുമുൽ യൗം, അങ്ങനെ അവരാണ്, ആ പിശാചാണ് അവരുടെ മിത്രം. വലഹും, ഇന്ന് അവരുടെ മിത്രം. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീഹി വഹുദൻ വറഹ്മ ലിഖൗമി യുഅ്മിനൂൻ. ഞാൻ പറഞ്ഞ വാക്കാണത്. ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചു പോയിരിക്കുന്നുവോ അതവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമായി കൊണ്ടുമാണ് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പറയുന്നു. അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ മുഖവുര. ആ മുഖവുരയ്ക്ക് ശേഷം 9 വചനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. ആ 9 വചനങ്ങൾ ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയുള്ളതാണ്. ആ 9 വചനങ്ങൾ വല്ലാത്ത വചനങ്ങളാണ്. 9 വചനങ്ങളും സത്യത്തിൽ അത് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. നിങ്ങൾ ആ 9 വചനങ്ങളും നോക്കൂ. 64-ാമത്തെ വചനത്തിന് ശേഷമുള്ള 9 വചനങ്ങൾ, 65-ാമത്തെ വചനം മുതൽ നിങ്ങളെല്ലാവരും വളരെ മനസ്സിരുത്തി വായിക്കണം. ഓരോ ഹർഫും അക്ഷരങ്ങൾ മനസ്സിരുത്തി വായിക്കണം. അതിൽ മുഴുവൻ അള്ളാഹു ചിന്തിക്കുന്ന ആളുകൾക്ക്, ആലോചിക്കുന്ന ആളുകൾക്ക്, കേൾക്കാൻ കഴിവുള്ള ആളുകൾക്ക് അള്ളാഹു ഈ ഭൂമിയിലും ആകാശത്തും സംവിധാനിച്ചിട്ടുള്ള അനേകം നിഅമത്തുകളെക്കുറിച്ച് വിവരിക്കുകയാണ്. അതിൽ ആകാശമുണ്ട്, ഭൂമിയുണ്ട്,
മൃഗങ്ങളുണ്ട്, കന്നുകാലികളുണ്ട്, തേനീച്ചയുണ്ട്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പുണ്ട്, മനുഷ്യന് വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു മനുഷ്യന് ഉപജീവനം ക്രമീകരിച്ചതുണ്ട്. ഇതൊക്കെ എന്തിനാ പറഞ്ഞു തരും? ഇതൊക്കെ പറഞ്ഞത് ഒരൊറ്റ കാര്യത്തിനാ. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു ഇതൊക്കെ വിവരിക്കുന്ന ഒരു വേദം നൽകിയിട്ടുണ്ട്. ആ വേദത്തെ നിങ്ങൾ ഫോളോ ചെയ്യണം. ആ വേദത്തിൽ നിങ്ങൾക്കുള്ള ഹുദയുണ്ട്, റഹ്മത്തുണ്ട് എന്ന് പറയാനാണ്. ആ ഭാഗം അള്ളാഹു ആരംഭിക്കുന്നത് മഴയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാ. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമിൻ യസ്മഊൻ. അതാണ് 65-ാമത്തെ വചനം. അള്ളാഹു പറയുന്നത്, ആകാശത്ത് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്നു, അങ്ങനെ ഭൂമിയെ നാം സജീവമാക്കി. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമിൻ യസ്മഊൻ. തീർച്ചയായും കേട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. രണ്ടാമത് പറയുന്നത് 66-ാമത്തെ വചനം, വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ. കന്നുകാലികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാലിനെ കുറിച്ച് പറയുന്ന വല്ലാത്ത മനോഹരമായ ഒരു ദൃശ്യമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. പാല് കുടിക്കുമ്പോൾ നമ്മൾ ഓർക്കാത്ത വലിയൊരു പാഠം എന്താണത്? അവയുടെ ഉദരങ്ങളിൽ നിന്ന് കാഷ്ടത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഖപ്രദമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നൽകുന്നു. നോക്കൂ, പാല് ആ അകിടിൽ നിന്ന് പാല് കറക്കുമ്പോൾ മനുഷ്യൻ ആലോചിക്കാത്തൊരു വാക്ക് അല്ലാഹു ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി. ഈ കന്നുകാലികളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. ഉദരങ്ങളിൽ നിന്ന് കുടിപ്പിക്കുന്ന ആ പാല് വരുന്നത് പറയുന്നത് മിൻ ബൈനി ഫർസിൻ വദമിൻ എന്നാണ്. മിൻ ബൈനി ഫർസിൻ വദമിൻ. കാഷ്ടത്തിനും രക്തത്തിനും ഇടയിലൂടെയാണ് പാല് വരുന്നത്. പാലെന്താ? ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. നിങ്ങൾ ആലോചിക്കൂ, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം അതാണല്ലോ മനുഷ്യൻ കുടിച്ച്, അതിലാണ് എല്ലാം ഉണ്ട് പറയുന്നത്. 67-ാമത്തെ വചനം കൃഷിയിലേക്ക് വരികയാണ്. വമിൻ സമറാത്തിൻ നഖീലി വൽ അഅനാബ് തത്തഖിദൂന മിൻഹു സക്കറൻ വറിസ്ഖൻ ഹസന ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യഅഖിലൂൻ. ഈത്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും ഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം പാനീയം നൽകുന്നു. നിങ്ങൾ അതിൽ നിന്ന് ലഹരി പദാർത്ഥവും ഉത്തമമായ ആഹാരവും ഉണ്ടാക്കുന്നു. ഇതിലൊക്കെ ലആയത്തൻ ലിഖൗമിൻ യഅഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് തേനീച്ചയെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. തേനീച്ചയെക്കുറിച്ച് നമ്മൾ ആമുഖം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. 68-69 വചനങ്ങളിൽ തേനീച്ചയെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചാണ്. അള്ളാഹുവാണ്. വല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈഅ ഇന്നല്ലാഹ അലീമുൻ ഖദീർ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് അവൻ തന്നെയാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. നിങ്ങളിൽ ചിലരെ അർദലുൽ ഉമർ, ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ലികൈലായ അലമ ബഅദ ഇൽമിൻ ഷൈഅ. ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ അൽഷീമേഴ്സ് വന്നിട്ട് ചെറുപ്പത്തിലുള്ള അവസ്ഥയിലേക്ക് അവർ പോകും. അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ അലീമുൻ ഖദീർ എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു വല്ലാഹു ഫദ്ദല ബഅദക്കും അലാ ബഅദിൻ ഫിർ റിസ്ഖ്. അള്ളാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ ഉപജീവനത്തിന്റെ കാര്യത്തിൽ ആക്കിയിരിക്കുന്നു. പക്ഷേ ഫമല്ലദീന ഫുദ്ദിലൂ ബിറാദ്ദി റിസ്ഖിഹിം അലാ മാ മലക്കത ഐമാനുഹും ഫഹും ഫീഹി സവാ എന്ന് അള്ളാഹു കൃത്യമായി പറയുന്നു. എന്നാൽ ജീവിതത്തിൽ മെച്ചം ലഭിച്ചവർ, തങ്ങളുടെ ഉപജീവനം തങ്ങളുടെ വലതുകൈ അധീനപ്പെടുത്തി വെച്ചിട്ടുള്ളവർ അഥവാ അടിമകൾക്ക് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഉപജീവനത്തിൽ അവർ അടിമയും ഉടമയും തുല്യരാകുമോ? അങ്ങനെ ആകുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിക്കുക, എത്ര മനോഹരമായ ഉദാഹരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഉപജീവനം മനുഷ്യരിൽ ചിലർക്ക് ചിലരേക്കാൾ മെച്ചപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അള്ളാഹു ചോദിക്കുക, കുറെ ധനികന്മാര്, കുറെ ദരിദ്രന്മാര്, കുറെ മുതലാളിമാര്, കുറെ തൊഴിലാളികൾ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വ്യത്യസ്തപ്പെടുത്തിയ നിങ്ങൾ ആലോചിക്ക്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അടിമകൾക്കോ അല്ലെങ്കിൽ പണിക്കാർക്കോ നിങ്ങളുടേത് നിങ്ങൾ കൊടുക്കോ? നിങ്ങളുടെ അതേ തുല്യമാകണം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കോ? ഇല്ലല്ലോ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളത് കൊടുക്കൂലല്ലേ? എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് എല്ലാം നൽകുന്ന അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് പറയുകയാണോ? അഫബിനിഅമത്തില്ലാഹി യജ്ഹദൂൻ. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു അത് അവസാനിപ്പിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാ. വല്ലാഹു
ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ. വല്ലാത്ത അത്ഭുതമാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഇണകളെ തന്നു. മനുഷ്യനുള്ള ഇണകൾ, മനുഷ്യനെ പോലെ രക്തമുള്ള മാംസമുള്ള മജ്ജയുള്ള വികാരമുള്ള മനുഷ്യരാണ്. വേറെ ഒരു ജീവിയെയും മനുഷ്യന് ഇണയായി പറ്റൂല. മാത്രമല്ല ഇണകളെ മാത്രമല്ല നൽകിയത്, വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീൻ, നിങ്ങളുടെ ഇണകളിലൂടെ നിങ്ങൾക്ക് മക്കളെ തന്നു. മക്കളെ മാത്രമല്ല വഹഫദതൻ, മക്കളുടെ മക്കളെ തന്നു. വറസഖക്കും മിനത് തയ്യിബാത്ത് എന്ന് പറഞ്ഞ് അള്ളാഹു നൽകുന്ന എല്ലാ പുതുമകളും എല്ലാ നന്മകളും എടുത്തു പറഞ്ഞ ശേഷം അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. എന്നിട്ടും നിങ്ങൾ അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയും ചെയ്യുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അള്ളാഹു പ്രത്യേകമായി പറയുന്നുണ്ട്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ശൈആ വലാ യസ്തതിഊൻ. വല്ലാത്ത പുതുമ. ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അവർക്ക് വേണ്ടി ഒന്നും അധീനപ്പെടുത്തി കൊടുക്കാത്ത, ഒരു റിസ്ഖും നൽകാത്ത, അതിന് കഴിയാത്തവരെയാണോ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം, അഞ്ചാമത്തെ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഇതാണ് 5 ഭാഗങ്ങളെ പറ്റിയുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ വിശദീകരണമാണ്. നിങ്ങൾ കൂടുതൽ അവഗാഹത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗം, പ്രത്യേകിച്ച് ഈ 5-ാമത്തെ ഭാഗം, ഞാൻ പറഞ്ഞ 5-ാമത്തെ ഭാഗം 9 വചനങ്ങൾ, 65 മുതലുള്ള 9 വചനങ്ങൾ നിങ്ങളെല്ലാവരും ഗൗരവത്തോടു കൂടി വായിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കാനും ശുക്റുള്ളവരാവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.